കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു വൈദികനും ഒരു വിശ്വാസിയും എങ്ങനെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെ ആകരുതെന്ന്. വിശ്വാസികളെ നയിക്കേണ്ടത് വൈദികൻ തന്നെയാണ് കർത്താവിന്റെ വഴിയിലേക്ക്. അത് ആ വഴി, ആ നയിക്കേണ്ട ദൗത്യം വൈദികൻ മറക്കുമ്പോഴാണ് സഭയ്ക്ക് ഹിതകരമല്ലാത്തതൊക്കെ സംഭവിക്കുന്നത്. വിമത വൈദികർക്ക് വിമത അൽമായർ പിന്തുണ നൽകുന്നത് അല്പം അതിര് കടന്നു പോയോ എന്ന് ഇപ്പോൾ സംശയം തോന്നുന്നുണ്ട്. വത്തിക്കാനെയും അതിരൂപതയും ഒക്കെ തള്ളിപ്പറഞ്ഞ് ജനാഭിമുഖം നടപ്പാക്കാൻ വിമത ആത്മാരും വിമത വൈദികരും കിണഞ്ഞു പരിശ്രമിച്ച് കുതന്ത്രങ്ങൾ നടപ്പാക്കുമ്പോൾ സഭയുടെ മോറൽ ഭാഗത്ത് കരിനിഴൽ വീണുകൊണ്ടേയിരിക്കുന്നത് അവർ കാണാത്തതാണോ, കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ? എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആ വിമത പിതാവിന്റെ ഒരു ശിഷ്യൻ കാട്ടുകൂട്ടിയ സഭയുടെ വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും നിരക്കാത്ത ചില ചെയ്തികൾ ഇപ്പോൾ രൂപതയ്ക്ക് മൊത്തത്തിൽ, സഭയ്ക്ക് മൊത്തത്തിൽ നടക്കുണ്ടാക്കിയിരിക്കുകയാണ്. ഇതൊരു കാലത്തും പൊറുക്കാനാകാത്ത തെറ്റാണ്. സുവിശേഷ വേല പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസം കൂടാതെ നിർവഹിക്കാൻ കഴിയുമെന്ന് സ്വന്തം ജീവിതാനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഈ വൈദികൻ പൗരോഹിത്യത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇങ്ങനെ വഴിവഴിച്ചു പോയാൽ ഇയാളെ വിശ്വസിച്ച് ആരാധനയ്ക്കെത്തുന്ന ഇടവകയിലെ വിശ്വാസികൾക്ക് എന്ത് സുരക്ഷ അതിരൂപത ഉറപ്പു നൽകും? എന്തായാലും ഈ വൈദികന്റെ ചെയ്തികൾ അല്പം കടന്നുപോയോ എന്ന് പറയാതെ വയ്യ. സിറോ മലബാർ സഭ അടിമുടി പൗരോഹിത്യ മേധാവിത്വം നിലനിൽക്കുന്ന സഭ തന്നെയാണ്. ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. സഭാ നിയമപ്രകാരം ഭരണാധികാരം പുരോഹിതർക്ക് മാത്രമാണ്. പള്ളി യോഗങ്ങളും പാസ്റ്റർ കൗൺസിലും ഒക്കെ ഉപദേശ സമിതികളും ഒക്കെ അതൊക്കെ വെറും ഉപദേശിക്കാനുള്ള ഇടം മാത്രമാണ്. പക്ഷെ പുരോഹിത മേധാവികൾ ഒന്ന് ഓർക്കണം, സഭയുടെ ഭരണത്തിലും സഭയുടെ നടത്തിപ്പിലും ആരാധനാ ക്രമത്തിലുമൊക്കെയുള്ള വിശ്വാസികളുടെ ആ ഒരു വിശ്വാസമുണ്ട്. അത് രൂപതയ്ക്ക് തടയാനോ രൂപതയ്ക്ക് അതിൽ എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവരാനോ ഒന്നും സാധിക്കുന്നില്ല. ചില വൈദികർക്ക് വിചാരമുണ്ട് പള്ളിയും പട്ടത്തവും ഒക്കെ കുടുംബ സ്വത്താണ്. അതുകൊണ്ട് തന്നെ വിമതരായ ഇടവകക്കാരെ അവർ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് സ്വന്തം വൈദികർ കൊണ്ടു നിർത്തും. എന്തായാലും വിമത വൈദികർ തങ്ങൾ ആക്രമണ വാസനയുള്ളവരാണെന്ന് പലതവണ വിശ്വാസികൾക്ക് മുന്നിൽ ചെയ്ത് തെളിയിച്ചു കൊടുത്തതാണ്. ഇപ്പോഴത്തെ വഴിവിട്ട ജീവിതം നയിക്കുന്നതിലും അധാർമികമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും തങ്ങൾ മുന്നിലാണെന്ന് വിമത വൈദികരുടെ ഒപ്പം അവരുടെ അരുമ ശിഷ്യന്മാർ തന്നെ ഇപ്പോൾ കാട്ടിക്കൊടുക്കുന്നു.